നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8-ന് ആരംഭിക്കും. ജില്ലയിൽ 17 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. പാമ്പാടി RIT വളപ്പ് കാട് കയറി മൂടി. ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും വിഹാര കേന്ദ്രം കണ്ടില്ലെന്ന് നടിച്ച് PWD. ക്രിസ്മസ് കാലം വരവായി. ക്രിസ്മസിനെ വരവറിയിച്ച് പാപ്പാമാർ കോട്ടയം നഗരത്തിലെത്തി. കരോൾ ഗാനങ്ങൾക്ക് ചുവടുവെച്ച് പാപ്പാമാർ. ചിറക്കടവിൽ അഷ്ടമിക്കാവടി ഭക്തിസാന്ദ്രം. നാടൊന്നാകെ ചിറക്കടവിലേക്ക് ഒഴുകി. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ കോട്ടയം ജില്ലയിൽ പുരോഗമിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും സ്വീകരണവും നടന്ന 17 കേന്ദ്രങ്ങളിൽ തന്നെയാണ് ശനിയാഴ്ച രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ നടക്കുക. ഇവയ്ക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകൾ എണ്ണുന്നതിനുള്ള ക്രമീകരണം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഡിവിഷന് 1 കണക്കിൽ 23 ടേബിളുകൾ ഇതിനായി ക്രമീകരിച്ചിട്ടുണ്ട്. സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ കൺട്രോൾ യൂണിറ്റുകൾ രാവിലെ 7-ന് വോട്ടെണ്ണൽ നടക്കുന്ന ഹാളുകളിലേക്ക് മാറ്റും. അതത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ മേൽനോട്ടത്തിലാണ് വോട്ടെണ്ണൽ. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ഇത് പൂർത്തിയായാലുടൻ യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ഓരോ ബൂത്തിലെയും വോട്ടുകൾ എണ്ണിത്തീരുന്നതിനനുസരിച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. സ്ഥാനാർത്ഥികൾക്കും അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർക്കും പാസ് ഉള്ള കൗണ്ടിംഗ് ഏജന്റുമാർക്കും ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും മാത്രമായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പ്രവേശനം. ആകെ 5281 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയിൽ 17 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. 11 ബ്ലോക്ക് തല വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും 6 നഗരസഭാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും ഇതിൽപ്പെടും. ശനിയാഴ്ച രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. കോട്ടയം ജില്ലയിൽ 17 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. 11 ബ്ലോക്ക് തല വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ കൂടാതെ 6 നഗരസഭാ കേന്ദ്രങ്ങളും ഇതിൽ ഉൾപ്പെടും. വൈക്കം ബ്ലോക്കിലെ വോട്ടുകൾ എണ്ണുന്നത് വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ തലയാഴം, ചെമ്പ്, മറവൻതുരുത്ത്, TV പുരം, വെച്ചൂർ, ഉദയനാപുരം എന്നീ പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് എണ്ണുക. ഏറ്റുമാനൂർ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരുവാർപ്പ്, ഐമനം, അതിരമ്പുഴ, ആർപ്പുക്കര, നീണ്ടൂർ, കുമരകം പഞ്ചായത്തുകളിലെ വോട്ടും ഉഴവൂരിൽ കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കടപ്ലാമറ്റം, മരങ്ങാട്ടുപള്ളി, കാണക്കാരി, വെളിയന്നൂർ, കുറവിലങ്ങാട്, ഉഴവൂർ, രാമപുരം, മാഞ്ഞൂർ പഞ്ചായത്തുകളിലെ വോട്ടുകളും എണ്ണും. പാലാ കാർമൽ പബ്ലിക് സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ലാലം ബ്ലോക്കിൽപ്പെട്ട ഭരണങ്ങാനം, കരൂർ, കൊഴുവനാൽ, കടനാട്, മീനച്ചിൽ, മുത്തോലി പഞ്ചായത്തുകളിലെ വോട്ടുകളാവും എണ്ണുക. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഈരാറ്റുപേട്ട ബ്ലോക്കിലെ 9 പഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണും. പാമ്പാടി ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളുടെ വോട്ടുകൾ എണ്ണുന്നത് വെള്ളൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലാണ്. മണർകാട്, എലിക്കുളം, കൂരോപ്പട, പാമ്പാടി, പള്ളിക്കത്തോട്, മീനിടം, കിടങ്ങൂർ പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് ഇവിടെ എണ്ണി തിട്ടപ്പെടുത്തുക. പള്ളം ബ്ലോക്കിലെ വോട്ടുകൾ എണ്ണുന്നത് മണർകാട് ഇൻഫന്റ് ജീസസ് ബഥനി കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അയർക്കുന്നം, പുതുപ്പള്ളി, പനച്ചിക്കാട്, വിജയപുരം, കുറിച്ചി പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് ഇവിടെ എണ്ണുക. വാഴൂർ ബ്ലോക്കിലെ വോട്ടുകൾ എണ്ണുന്നത് നെടുങ്കുന്നം സെന്റ് ജോൺസ് ദ ബാപ്റ്റിസ്റ്റ് പള്ളി പാരിഷ് ഹാളിലാണ്. ചിറക്കടവ്, കങ്ങഴ, നെടുങ്കുന്നം, വെള്ളാവൂർ, വാഴൂർ, കറുകച്ചാൽ പഞ്ചായത്തുകൾ ഇതിൽപ്പെടും. കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിലേത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എണ്ണുന്നത്. എരുമേലി, കാഞ്ഞിരപ്പള്ളി, കൂട്ടിക്കൽ, മണിമല, മുണ്ടക്കയം, പാറത്തോട്, കോരുത്തോട് പഞ്ചായത്തുകളിലെ വോട്ടുകൾ ഇവിടെ എണ്ണും. കൂടാതെ ചങ്ങനാശ്ശേരി നഗരസഭയിലെ വോട്ടുകൾ നഗരസഭാ കോൺഫറൻസ് ഹാളിലാവും എണ്ണുക. കോട്ടയത്തേത് ബേക്കർ സ്മാരക ഗേൾസ് ഹൈസ്കൂളിലും വൈക്കത്തും പാലായിലും അതത് നഗരസഭാ കൗൺസിൽ ഹാളിലും, ഏറ്റുമാനൂരിലേത് SFS പബ്ലിക് സ്കൂളിലും, ഈരാറ്റുപേട്ടയിലേത് അരുവിത്തുറ സെന്റ് ജോർജ് കോളേജ് ഗോൾഡൻ ജൂബിലി ബ്ലോക്കിലുമാവും എണ്ണുക. വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വനത്തിന് സമാനമായ ചുറ്റുപാടിലാണ് പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. കോളേജിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാട് കയറി കിടക്കുകയാണ്. പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യം കൂടാതെ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. കാട് മൂടിയ പരിസരവുമായി പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. 70 ഏക്കർ സ്ഥലത്താണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 2000-ഓളം വിദ്യാർത്ഥികളും 130 ജീവനക്കാരും ഇവിടെയുണ്ട്. കോളേജിന്റെ പരിസരം ഭൂരിഭാഗവും കാട് കയറി കിടക്കുകയാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തേണ്ട വഴികളുടെ ഇരുവശവും കാട് കയറി കിടക്കുന്നു. ഇഴജന്തുക്കളുടെ ശല്യത്തോടൊപ്പം തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രവും കൂടിയാണ് ഇവിടം. അക്രമകാരികളാണ് ഭൂരിഭാഗം തെരുവ് നായ്ക്കളും.
പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയും നിറയെ കാടാണ്. ഇഴജന്തുക്കളെ ഭയന്നാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കൂടി കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസം 20ഓളം നായ്ക്കൾക്ക് വാക്സിൻ നൽകിയിരുന്നു. ക്യാമ്പസിന് ചുറ്റുമതിലില്ലാത്തത് നായ്ക്കൾ കയറാൻ കാരണമാകുന്നുണ്ട്. PWDയാണ് ഇവിടെ കാട് തെളിക്കേണ്ടത്. എന്നാൽ ഇത് നടക്കാത്തതിനാൽ PTA ചെലവിൽ കാട് തെളിക്കുന്നതിനായി തീരുമാനമെടുത്തതായും അധികൃതർ പറയുന്നു. മാസം ഒരാളെ നിർത്തി 40 മണിക്കൂർ കൊണ്ട് റോഡിന് ഇരുവശവും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായി കോളേജ് പ്രിൻസിപ്പൽ പ്രിൻസ് അശോക് പറഞ്ഞു. നിലവില് നമ്മുടെ കാടുപിടി റോഡിന്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ മാസം ഏകദേശം 40 മണിക്കൂർ ഒരാളിനെ നിർത്തിയാൽ ഈ റോഡിന്റെ ഇരുവശങ്ങളും അതുപോലെ ഹോസ്റ്റലിന്റെ ചുറ്റുവട്ടവും ക്ലീൻ ചെയ്യാൻ കഴിയുമെന്നാണ് എസ്റ്റിമേറ്റ് കിട്ടിയിട്ടുള്ളത്. അതിന് പ്രകാരം കൊട്ടേഷൻ വിളിച്ച് നടപടികളെടുക്കാൻ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമായി. പല പ്രോജക്റ്റുകൾക്കും സർക്കാരിന്റെ അനുമതി ലഭിക്കുന്നതിനുള്ള കാലതാമസവും പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ക്രിസ്മസിന്റെ വരവറിയിച്ച് ക്രിസ്മസ് പാപ്പാമാർ കോട്ടയത്തിന്റെ തെരുവിലിറങ്ങി. കരോൾ ഗാനങ്ങൾക്കൊപ്പം ചുവടുവെച്ച് നീങ്ങുന്ന പാപ്പാമാർ വർണ്ണക്കാഴ്ചയായി. ബോൺ നതാലെ സീസൺ 5ന്റെ ഭാഗമായാണ് പാപ്പാമാർ കോട്ടയത്തെത്തിയത്. ക്രിസ്തുമസിന്റെ വരവറിയിച്ച് ക്രിസ്മസ് പാപ്പാമാർ കോട്ടയം നഗരം കീഴടക്കി. ഡിസംബർ സായാഹ്നത്തിൽ ബോൺ നത്താലെ സീസൺ 5ന്റെ ഭാഗമായാണ് ക്രിസ്തുമസ് പാപ്പാമാരുടെ റാലി കോട്ടയത്ത് സംഘടിപ്പിച്ചത്. സിറ്റിസൺ ഫോറം, നഗരസഭ എന്നിവർ ചേർന്ന് നടത്തിയ വിളംബര റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത്. നഗരത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ പാപ്പാമാരുടെ വേഷമണിഞ്ഞ് നഗരവീഥിയിലൂടെ നീങ്ങി. ക്രിസ്മസ് കരോൾ ഗാനങ്ങൾക്കൊപ്പം ചുവടുവെച്ച് പാപ്പാമാരുടെ വരവ് വർണ്ണക്കാഴ്ചയായി. ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ബോൺ നത്താലെ പൊതുസമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മാനുകൾ വലിക്കുന്ന ക്രിസ്തുമസ് തേരിൽ ക്രിസ്മസ് അപ്പൂപ്പന്മാർ എത്തി ക്രിസ്മസ് സന്ദേശം നൽകി. ക്രിസ്തുമസ് ട്രെയിനും മറ്റ് നിശ്ചല ദൃശ്യങ്ങളും വിന്റേജ് വാഹനത്തിൽ വന്ന ക്രിസ്മസ് പാപ്പാമാർ ചുവന്ന ബലൂൺ പറത്തി ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അധ്യക്ഷനായി. കാരിത്താസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത്, KE സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അഷ്ടമി ദിനത്തിൽ ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന കാവടിയാട്ടം ഭക്തിസാന്ദ്രമായി. കാവടിയാട്ടം കണ്ട് ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേർ ക്ഷേത്രത്തിലെത്തി. അഷ്ടമി ദിനത്തിൽ കാവടിയാടുന്ന ഏക ക്ഷേത്രമാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം. ചിറക്കടവ് ക്ഷേത്രത്തിലെ കാവടിയാട്ടം ദർശിക്കാൻ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയും ക്ഷേത്രത്തിലെത്തുമെന്നാണ് വിശ്വാസം. പണ്ടൊരു ഭക്തൻ ചിറക്കടവിൽ നിന്നും എല്ലാ വർഷവും പളനിയിൽ കാവടിയാടാൻ പോകുമായിരുന്നു. പ്രായാധിക്യം മൂലം പളനിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ ഇനി ചിറക്കടവിൽ കാവടിയാടിയാൽ മതിയെന്നും തന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നും സുബ്രഹ്മണ്യ സ്വാമി ഭക്തന് സ്വപ്നദർശനം നൽകുകയും ചെയ്തു. ഇതിന്റെ സ്മരണയിലാണ് അഷ്ടമി ദിനത്തിൽ ചിറക്കടവിൽ കാവടിയാടുന്നത്.
ചിറക്കടവ് ശ്രീ മഹാദേവ കാവടി സംഘം പടിഞ്ഞാറ്റും ഭാഗം, വടക്കും ഭാഗം, കിഴക്കും ഭാഗം എന്നിവിടങ്ങളിൽ നിന്നുള്ള കാവടി സംഘം ഉച്ചയോടെ ക്ഷേത്ര പരിസരത്ത് സംഗമിച്ച് കൂടിയാടി. തുടർന്ന് കാവടി അഭിഷേകം നടന്നു. നൂറുകണക്കിന് ഭക്തർ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലെത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലായിൽ വീട് നിർമ്മാണത്തിനെത്തിയ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്ക് തർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. കുത്തേറ്റ ആലപ്പുഴ കളർക്കോട് അറക്കക്കുഴിയിൽ യേശുദാസ് മരിച്ചു. സുഹൃത്ത് ആലപ്പുഴ സ്വദേശി ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുരിക്കുമ്പുഴ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിൽ വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. വീട് നിർമ്മാണത്തിനെത്തിയ സുഹൃത്തുക്കൾ തമ്മിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കുത്തേറ്റ് യുവാവ് മരിച്ചു. ആലപ്പുഴ കളർക്കോട് അറക്കക്കുഴിയിൽ ബിപിൻ യേശുദാസാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സുഹൃത്ത് ആലപ്പുഴ സ്വദേശി ബിനീഷ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുരിക്കുമ്പുഴ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിൽ വ്യാഴാഴ്ച രാത്രി 9:30 സംഭവം. ബിനീഷിനും കുത്തേറ്റിട്ടുണ്ടെന്നാണ് വിവരം. പാല തെക്കേക്കരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ ലെയ്ത്ത് വർക്കിനായി എത്തിയതായിരുന്നു ഉപകരാറുകാരനായ ബിപിനും ബിനീഷും. വീടിന്റെ പാലുകാച്ചൽ ഇന്നായിരുന്നു. ഇതിന്റെ സൽക്കാര ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് കുത്തേറ്റത്. കുത്തേറ്റ് ഗുരുതര പരിക്കുകളോടെ പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ബിപിൻ മരിച്ചു. ഈ വിവരം അറിയാതെ പരിക്കുകളുമായി ആശുപത്രിയിലെത്തിയപ്പോഴാണ് ബിനീഷ് പോലീസ് പിടിയിലായത്. പാലാ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. കളിക്കുന്നതിനിടെ കാൽ വഴുതി കിണറ്റിൽ വീണ 5 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടയം പൂവത്തുമൂട് വെട്ടിമറ്റത്തിൽ വീട്ടിൽ ദേവദത്താണ് രക്ഷപ്പെട്ടത്. കൈവരി കെട്ടിയിട്ടില്ലാത്ത കിണറിന്റെ സമീപം നിന്ന് കളിക്കുകയായിരുന്ന കുട്ടി കാൽ വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയ്ക്കിടെ കയറിൽ പിടുത്തം കിട്ടിയതുകൊണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയില്ല. കരച്ചിൽ കെട്ട് ഓടിയെത്തിയ വീട്ടുകാരും അയൽപക്കക്കാരും ചേർന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. കിണറ്റിൽ വീണപ്പോൾ ഭയപ്പെട്ടതല്ലാതെ കുട്ടിക്ക് കാര്യമായ പരിക്കുകളൊന്നും തന്നെയില്ല. അശരണരുടെയും ആലംബഹീനരുടെയും ആശ്രയ കേന്ദ്രമായ പാലാ മരിയ സദനത്തിന് ഇത് അതിജീവനത്തിന്റെ ക്രിസ്മസ് ആണ്. സാമ്പത്തിക ഞെരുക്കത്താൽ നട്ടം തിരിയുന്ന മരിയ സദനത്തെ പിടിച്ചു നിർത്താൻ ഇത്തവണ ഇവിടുത്തെ കുട്ടികൾ ചേർന്ന് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. അശരണരുടെയും ആലംബഹീനരുടെയും ആശ്രയ കേന്ദ്രമായ പാലാ മരിയ സദനത്തിന് ഇത് അതിജീവനത്തിന്റെ ക്രിസ്മസ് ആണ്. സാമ്പത്തിക ഞെരുക്കത്താൽ നട്ടം തിരിയുന്ന മരിയ സദനത്തെ പിടിച്ചു നിർത്താൻ ഇത്തവണ ഇവിടുത്തെ കുട്ടികൾ ചേർന്ന് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി വിളംബരം ചെയ്ത് നാടകം ക്രിസ്തുമസിനെ വരവേൽക്കുമ്പോൾ തങ്ങളുടെ പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ വിറ്റുപോയെങ്കിലേ മരിയ സദനത്തിലെ മക്കൾക്ക് ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിക്കാനാവൂ. ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള 50ഓളം കുട്ടികൾ ചേർന്നാണ് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു ഇവിടുത്തെ കുട്ടികൾ. ഇവരെ സഹായിക്കാൻ ഡയറക്ടർ സന്തോഷ് ജോസഫും കുടുംബവും മറ്റ് അന്തേവാസികളുമൊക്കെ ഒപ്പം കൂടിയിരുന്നു. മരിയ സദനത്തിൻ്റെ പൂമുഖത്ത് വർണ്ണക്കടലാസുകൾ വലിച്ചു കെട്ടിയ മേലാപ്പിന് കീഴെ പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമൊക്കെ മിഴിത്തുറന്നിരിക്കുകയാണ്. ആർക്കും ഉൾക്കൊള്ളാവുന്ന വിധം തുച്ഛമായ വിലയ്ക്കാണ് ക്രിസ്മസ് അലങ്കാര വസ്തുക്കൾ ഇവിടെ കൊടുക്കുന്നത്. അലങ്കാര വസ്തുക്കളെല്ലാം പ്ലാസ്റ്റിക് പൂച്ചട്ടികളാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് കാലം കഴിഞ്ഞാൽ ഇവ പൂച്ചട്ടിയായും ഉപയോഗിക്കാം. ക്രിസ്മസ് ആഘോഷത്തിന് എല്ലാവർക്കുമായി കേക്ക് മുറിക്കുന്നതിനും സദ്യ ഒരുക്കുന്നതിനും തന്നെ നല്ലൊരു തുകയാകും. ഈ സാഹചര്യത്തിലാണ് ഇവിടുത്തെ +2 മുതൽ പഠിക്കുന്ന കുട്ടികൾ തങ്ങളാലാവും വിധം തങ്ങളുടെ ഭവനത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്നത്.
നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒക്കെ ഒരുക്കാനുള്ള വസ്തുക്കൾ പാലയിലെ ചില വ്യാപാര സ്ഥാപനങ്ങൾ സൗജന്യമായി എത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി. ഇന്ന് രാവിലെ പവന് 1400 രൂപ വർദ്ധിച്ച് 97,000 കടന്നു. ഉച്ചകഴിഞ്ഞ് 400 രൂപ കൂടി വർദ്ധിച്ചതോടെ പവന് 97,680 രൂപയിലെത്തി. എക്കാലത്തെയും സർവകാല റെക്കോർഡിനെയും ഭേദിച്ചിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ സ്വർണ്ണ വ്യാപാരം. ഇന്ന് രാവിലെ പവന് 1400 രൂപ വർദ്ധിച്ച് 97,000 രൂപ കടന്നിരുന്നു. ഉച്ചയോടെ വീണ്ടും 400 രൂപ പവന് വർദ്ധിച്ചു. ഇതോടെ സർവകാല റെക്കോർഡും മറികടന്നിരിക്കുകയാണ്. ഒരു പവൻ 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 97,680 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിന് മുകളിൽ തുക നൽകണം. 2025 ഒക്ടോബർ 17 റെക്കോർഡാണ് ഇന്ന് സ്വർണം മറികടന്നത്. ഒക്ടോബർ 17 പവന് 97,360 രൂപയും ഗ്രാമിന് 12,170 രൂപയുമായിരുന്നു. ഇന്ന് ഗ്രാമിന് 12,210 രൂപയും പവന് 97,680 രൂപയുമായി. അന്താരാഷ്ട്ര സ്വർണ്ണവില $4,294, രൂപയുടെ വിനിമയ നിരക്ക് 90.35. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8-ന് ആരംഭിക്കും. ജില്ലയിൽ 17 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. പാമ്പാടി RIT വളപ്പ് കാട് കയറി മൂടി. ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും വിഹാര കേന്ദ്രം. കണ്ടില്ലെന്ന് നടിച്ച് PWD. ക്രിസ്മസ് കാലം വരവായി. ക്രിസ്മസിനെ വരവറിയിച്ച് പാപ്പാമാർ കോട്ടയം നഗരത്തിലെത്തി. കരോൾ ഗാനങ്ങൾക്ക് ചുവടുവെച്ച് പാപ്പാമാർ. ചിറക്കടവിൽ അഷ്ടമി കാവടി ഭക്തിസാന്ദ്രം. നാടൊന്നാകെ ചിറക്കടവിലേക്ക് ഒഴുകി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.